ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് EMI എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കുറേ പേര് ക്രെഡിറ്റ് കാർഡ് EMIനെ കുറിച്ച് കമൻസും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് EMI എടുത്തിട്ട് കുറേ പേര് പെട്ടിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കുറീസാണ് എന്നെ കുറിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ടെന്നാലും ഇതുപോലെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മളിതിൽ ക്വാളിഫൈഡ് ആണ്, സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ IT-ലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസുകളാണ്. നിങ്ങൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ സംഭവമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ റീസെൻ്റ്ലി എടുത്ത സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് NISM സർട്ടിഫിക്കേഷൻ ആണ്, നമ്മുടെ സെബിയുടെ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളത് കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തായാലും നമുക്ക് വീട്ടിൽ കിടക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സാണ് പറയാൻ പോകുന്നത്. അതായത് എന്താ വെച്ചാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് EMI എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളാണ്. അതായത് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് EMI തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നോർമലി 24 months വരെ മിക്ക എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ടെനർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെനർ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി വരും, നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമായിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ടെനർ എടുത്തിട്ട് അടിച്ച് കഴിക്കാൻ നോക്കാറുണ്ട്. അതായത് നോർമലി ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വരുന്നത് 15% തൊട്ട് 17-18% ഒക്കെ ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ. പിന്നെ വരുന്ന മെയിനായിട്ട് സംഭവം വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഉള്ളതൊക്കെ പോയിന്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ട്രാൻസാക്ഷൻ, നിങ്ങളൊരു ആമസോൺ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ആമസോൺ ICC കാർഡ് ഉപയോഗിച്ച് ഒരു സാധനം പർച്ചേസ് ചെയ്തു, അത് നിങ്ങൾ EMI കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോർമലി 5% ആമസോൺ പർച്ചേസിന് ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ, അത് പോയി കിട്ടും. അപ്പോൾ അത് ക്യാഷ് ബാക്ക് ഒന്നും കിട്ടില്ല ക്രെഡിറ്റ് കാർഡ് EMI എടുക്കുമ്പോൾ. പിന്നെ വരുന്നതാണ് നമുക്ക് പ്രോസസ് ഫീ. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ലോണായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ DMI ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെന്തായാലും ഒരു പ്രോസസിംഗ് ചാർജ് ഉണ്ടായിരിക്കും. അത് ഇനീഷ്യലായിട്ടാണ് ഉണ്ടാവുക. ആദ്യത്തെ EMI ആണ് നമുക്ക് പ്രോസസിംഗ് ചാർജ് വരിക. നോർമലി 1% അല്ലെങ്കിൽ 2% ഓഫ് ദ എമൗണ്ട് ആണ് വരിക. നിങ്ങൾ പക്ഷേ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ ആമസോൺ ത്രൂ ഫ്ലിപ്കാർട്ട് ത്രൂ ഒക്കെ EMI പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഇതിൻ്റെ ആയിരിക്കും എത്ര പ്രോസസിംഗ് ചാർജ്, 195 രൂപ അല്ലെങ്കിൽ 250 രൂപ ആ റേഞ്ചൊക്കെയാണ് വരിക കേട്ടോ. അപ്പോൾ എപ്പോഴും ബെറ്റർ നിങ്ങൾ EMI ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആപ്പ് ത്രൂ തന്നെ ഡയറക്റ്റ് EMI പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസിംഗ് ചാർജ് കുറഞ്ഞു കിട്ടും. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മിസ്ഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് മിസ് ചെയ്യാൻ മറക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു EMI മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നല്ല ചാർജുകൾ വരും, എക്സ്ട്രാ ഫൈൻസുകളും സംഭവങ്ങളും ഇൻട്രസ്റ്റും സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ ഒരിക്കലും EMI മിസ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് എമൗണ്ട് ബ്ലോക്കിംഗ്, അതായത് നിങ്ങൾക്ക് ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളെ ടോട്ടൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. നിങ്ങൾ പക്ഷേ ഒരു 50,000 രൂപയ്ക്ക് നിങ്ങളൊരു ഫോൺ പർച്ചേസ് EMIന് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക, ആ 50,000 രൂപ കുറേ പേരെ സംശയമാണിത്. അപ്പോൾ 50,000 രൂപ വരുമ്പോൾ നിങ്ങളുടെ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ക്രെഡിറ്റ് ലിമിറ്റ് 50,000 ആയിട്ട് കുറയും. അതായത് ആ 50,000 രൂപ നമ്മുടെ ടോട്ടൽ ലിമിറ്റിൽ നിന്ന് കട്ടാവും. അത് EMI ആണെങ്കിലും ആ എമൗണ്ട് കട്ടാവും. എന്നിട്ട് ആ കട്ടായിട്ട് ബാക്കി ബാലൻസ് ആയാലും 50,000 ഉണ്ടാവുള്ളൂ. എന്നിട്ടാണ് EMI എമൗണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് EMI ആയിട്ട് കൺവേർട്ട് ആവുക. അപ്പോൾ കുറേ പേര് സംശയം എന്താ വെച്ചാൽ നമ്മളൊരു 1 ലക്ഷം ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്, അതിൽ 50,000 രൂപയുടെ ഫോം വാങ്ങിച്ചാലും ആ EMI എമൗണ്ട് മാത്രമേ കട്ടാവുള്ളൂ എന്നാണ് കുറേ പേര് വിചാരം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ടോട്ടൽ ലിമിറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചപ്പോൾ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത്ര കട്ടാവും. എന്നിട്ട് ബാക്കി മൈനസ് ബാലൻസ് ആയാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കാൻ മറക്കണ്ട. പിന്നെ കുറച്ച് ടിപ്സ് പറയാം നമുക്ക്. എന്താ വെച്ചാൽ കുറേ പേര് ഈ ക്രെഡിറ്റ് കാർഡ് EMI എടുക്കുമ്പോൾ അതിൻ്റെ ബിൽ ഡേറ്റ് നോക്കുന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് EMI എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ബിൽ ഡേറ്റ് 16-ാം തീയതി വിചാരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് EMIയിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസം മുമ്പെങ്കിലും, അതായത് ബിൽ ഡേറ്റിന് 5 ദിവസം മുമ്പെങ്കിലും ഈ സാധനം പർച്ചേസ് ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇപ്പോൾ 50,000 രൂപയുടെ സാധനമാണെങ്കിൽ 50,000 രൂപ ഡയറക്റ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കട്ടാവും. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അത് കൺവേർട്ട് ആവുള്ളൂ EMIയിലേക്ക്. അപ്പോൾ ആ കൺവേർഷൻ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ബിൽ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ ചിലപ്പോൾ ചിലവാക്കിയ എമൗണ്ടിൻ്റെ ബില്ല് ജനറേറ്റ് ആവും. അപ്പോൾ അത് കുറേ പേർക്ക് പറ്റുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയാൻ കാരണം എപ്പോഴും നിങ്ങളുടെ ബിൽ ഡേറ്റിൻ്റെ മിനിമം ഒരു 5 ദിവസം മുമ്പെങ്കിലും ഈ EMI പർച്ചേസ് ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ EMI കൺവേർട്ട് ആവാൻ കുറച്ച് ദിവസങ്ങൾക്ക് വേണം. അപ്പോൾ അതെപ്പോഴും ആ ടൈം അതിന് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ചിലപ്പോൾ ബില്ല് വരും, അപ്പോൾ ബില്ലടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ മനസ്സിലാൻ വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ അടുത്ത് കാണാം.